പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾ എങ്ങനെയാണ് ഈ മതത്തെ ആവിഷ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലും പല ഉത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നുണ്ട്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഏറ്റവും മികച്ച സൽക്കർമ്മം എന്താണെന്ന ചോദ്യത്തിന് അവിടുന്ന് പറയുന്ന ഉത്തരങ്ങൾ മനുഷ്യർക്കനുസരിച്ച് കൊണ്ട് വ്യത്യാസപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. തൻ്റെ വയോധികനായ മാതാപിതാക്കൾ അവർ വീട്ടിൽ തങ്ങളുടെ മക്കളുടെ സാമീപ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണെങ്കിൽ പോലും ഫഫീഹിമ ഫജാഹിദ്, നിങ്ങളുടെ ജിഹാദ് അത് മാതാപിതാക്കളിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു സന്ദർഭത്തിൽ പഠിപ്പിക്കുന്നത് ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ എന്നാണ്. നിന്റെ സഹോദരൻ്റെ ഹൃദയത്തിൽ നിനക്ക് സന്തോഷമുണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അതായിരിക്കും നിങ്ങളിൽ ഉത്തമമായ കർമ്മം എന്നാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളെയും ഉൾവഹിച്ചുകൊണ്ട് ഏറ്റവും മികച്ച പ്രാക്ടിക്കലി സാധ്യമാകുന്ന ഒരു ലൈഫിനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ച മതത്തെ വിശുദ്ധമായ ഖുർആനിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ വിശുദ്ധരായ സ്വഹാബത്ത് പരിചയപ്പെടുത്തുന്നു. ആ പരിചയപ്പെടുത്തിയ സ്വഹാബത്തിൽ നിന്ന് മതത്തിൻ്റെ എല്ലാതരം മൂല്യങ്ങളെയും പഠിച്ചെടുത്തുകൊണ്ട് ശേഷമുള്ള താബിഉകളായ പണ്ഡിതന്മാർ ഈ ലോകത്തിന് കൈമാറ്റം ചെയ്യുന്നു. ആ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ എന്താണോ, മതം എന്താണോ, അത് ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.